എന്റെ വല്യപ്പ ഇതേപോലെ തന്നെ ആയിരുന്നു. ഇപ്പൊ സമീർ പറഞ്ഞ പോലെ തന്നെ മൂപ്പര് മുടി വെട്ടാൻ മലപ്പുറത്തുനിന്ന് മൂപ്പര് കോഴിക്കോട് പോയിട്ട് മുടി വെട്ടുള്ളായിരുന്നു. കാരണം മൂപ്പരുടെ പെർട്ടിക്കുലർ ഹെയർ കട്ട് പണ്ട് മുതൽ ആണുങ്ങൾക്ക് ഈ ബാർബേഴ്സ് ഞാനൊക്കെ നേരെ തിരിച്ച. എനിക്ക് എന്റെ ഹെയർ കട്ട് എന്ന് പറഞ്ഞ ഒരു ബേസിക് ഹെയർ കട്ടാണ്. ഞാൻ അങ്ങനെ അധികം അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊന്നും പറയാറില്ല. ജയാൻ എങ്ങനെയാ വെച്ചാൽ ഹെയർ കട്ട് ചെയ്യുമ്പോൾ വിചാരിച്ച ഒരു ഇതിലൂടെ ഒരു 80% എത്തിയാൽ ജയാൻ ഹാപ്പി. ഞാന് കുറെ ആൾക്കാരുണ്ട് അവരുടെ മുടിയിൽ ഭയങ്കര ഫോക്കസ് ചെയ്യും. ഒരു ഇഞ്ച് അങ്ങോട്ട്, ഒരു ഇഞ്ച് ഇങ്ങോട്ട്, ഒരു സെന്റിമീറ്റർ അങ്ങോട്ട്, ഫെയ്ഡിന്റെ അത് ഇത്ര കയറി അത്ര കയറി. ഞാൻ മനസ്സിലാവുന്ന ഒരു സംഭവത്തിൽ നമ്മൾ അത്രക്ക് അങ്ങ് ഫോക്കസ്ഡ് ആവരുത്. മുടി എന്ന് പറഞ്ഞാൽ നല്ലൊരു വൃത്തി ഉണ്ടായാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏത് ബാർബറിന്റെ അടുത്തും പോകും. കാരണം എന്റെ ബേസിക് ഹെയർ കട്ടാ. എന്റെ മുടി തെറ്റായി വെട്ടിയാൽ അതിന്റെ അർത്ഥം ആ ബാർബറിന് ഒരു കഴിവില്ല എന്നുള്ള അർത്ഥം. അത്രയും ബേസിക് ഹെയർ കട്ടാ ഞാൻ പറയാറ്. പിന്നെ എന്റെ മുടി വെട്ടുന്നതിന്റെ ഒരു 8, അത് ഞാൻ പറഞ്ഞതിന്റെ ഒരു അടുത്തൂടെ പോയാൽ തന്നെ ഞാൻ ഹാപ്പി. എനിക്ക് അത്രയൊക്കെ മതി. പിന്നെ ഞാൻ വിചാരിക്കുന്ന ഇനി മുടി കൊളായി വിചാരിച്ചോ, പക്ഷെ എന്റെ ഒരു സ്റ്റൈൽ വെച്ച് മുടി കൊളായാൽ തന്നെ ഒരാഴ്ചനുള്ള റെഡിയാകും മുടി വളർന്നിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ. പക്ഷെ എന്റെ വല്യപ്പ എന്ന് പറയുന്നത് കോഴിക്കോട് വരെ യാത്ര ചെയ്തിട്ടാണ് മുടി വെട്ടുക. അവിടെ ഏതൊരു എന്റെ വല്യമ്മ എപ്പോഴും പറയായിരുന്നു, ഓരോ നാട്ടിലൊരാളുണ്ടായിരുന്നു പോലും, അതായത് കൊണ്ടോട്ടിയില് തക്കാളിക്ക് ചിലപ്പം 10 കിലോനായിരിക്കും, 10 രൂപയായിരിക്കും 1 കിലോന്. പക്ഷെ കോഴിക്കോട് ചിലപ്പോ 5 രൂപയായിരിക്കും. ഇങ്ങനെ കട്ടി 2 കിലോ 3 കിലോ തക്കാളി മേടിക്കാൻ വേണ്ടിട്ട് കോഴിക്കോട് വരെ യാത്ര ചെയ്ത് പോയി ഇതാക്കി വരും എന്നൊക്കെ ഉള്ള പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ ആ ആളൊക്കെ ഏതോ ഒരാളെ വെല്ലിപ്പാണല്ലോ. ശരിയല്ല അല്ലേ? അതേപോലെ ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ മൂപ്പര് കോഴിക്കോട് നിന്ന് എടുക്കും. കുട്ടികൾക്കുള്ള ഡ്രസ്സ് മൂപ്പര് കോഴിക്കോട് നിന്ന് എടുക്കും. കോഴിക്കോടാണ് ഏറ്റവും നല്ല ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതേപോലെ തന്നെ ഡ്രസ്സ് അലക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മൂപ്പര് ഒറ്റക്ക് അലക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് തേക്കാണെങ്കിൽ മൂപ്പര് ഒറ്റക്ക് ചെയ്യും, അല്ലെങ്കിൽ മൂപ്പര് ട്രസ്റ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അവര് ചെയ്താൽ അത് നന്നാവും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് മാത്രമേ ചെയ്യിപ്പിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര ഇതാണ്. അപ്പൊ എന്റെ വല്യപ്പാനെ ഇംപ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്റെ വല്യപ്പ എന്ന് പറഞ്ഞാല് ആ ഒരു ടൈമിൽ, അതായത് എന്റെ ഉമ്മയൊക്കെ കുട്ടിയായിരുന്ന ടൈമില് മൂപ്പര് നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ധനികനായിരുന്നു. ഒരു വലിയ പണക്കാരനായിരുന്നു മൂപ്പര്. അപ്പം മൂപ്പർക്ക് 3 ആൺമക്കളുണ്ട്. പക്ഷെ ഈ 3 ആൺമക്കളും മൂപ്പരുടെ ഒരു അടുത്തുകൂടെ പോലും പോയില്ല. ഇൻ ടേംസ് ഓഫ് വെൽത്ത്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് സ്കില്ല്, അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് ക്യാരക്ടർ, വിസ്ഡം, നോളജ്, അറിവ്, എക്സ്പീരിയൻസ്, ഒരു കാര്യത്തിലും മൂപ്പരുടെ അടുത്തുകൂടെ പോലും പോയില്ല. അത് മറ്റൊരു ഫേമസ് കോട്ടില്ലേ, ഹാർഡ് ടൈംസ് ക്രിയേറ്റ് സ്ട്രോങ് മെൻ, സ്ട്രോങ് മെൻ ക്രിയേറ്റ് ഈസി ടൈം ക്രിയേറ്റ് സോഫ്റ്റ് മെൻ ക്രിയേറ്റ് ഹാർഡ് ടൈം. അതിന്റെ ഒരു എന്നിട്ട് ആ സൈക്കിൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അതിന്റെ ഒരു ഉത്തമോദാഹരണമായിരുന്നു എന്റെ ഉമ്മന്റെ ഫാമിലി. അപ്പൊ മൂപ്പര് ആരിലും ഇംപ്രസ്ഡ് അല്ലായിരുന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഈ പേരമക്കളിലും മൂപ്പര് അങ്ങനെ എല്ലാവരും കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഞാൻ സൗദിയിലായതുകൊണ്ട് എൻ്റെ വല്യപ്പാൻ്റെ കൂടെ എനിക്ക് വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെ വളരെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എൻ്റെ ലൈഫിൽ. അപ്പൊ ഞാൻ കാനഡയ്ക്ക് വരാൻ തൊട്ട് മുന്നാണ് ഞാൻ 2.5 മാസം നാട്ടിൽ നിന്നു. അതാണ് ഞാൻ നാട്ടിൽ നിന്ന ലോങ്ങസ്റ്റ് കണ്ടിന്യൂസ് ടൈം, 2.5 മാസം. ഈ 2.5 മാസത്തിൽ ഞാൻ വല്യപ്പൻ്റെ കൂടെ കുറെ സംഭവം എന്നൊക്കെ കണ്ടിരുന്നു. അപ്പൊ മൂപ്പര് കണ്ടു ഞാൻ കാനഡയ്ക്ക് വരാൻ വേണ്ടിയിട്ട് അതിന്റെ ഓരോ ആവശ്യത്തിന് പെരിന്തൽമണ്ണ പോകുന്നു, ഈ ലോയറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, അസെറ്റ്സ് ഒക്കെ കാണിക്കാൻ. അതുപോലെ ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു ഓറിയന്റേഷന് വേണ്ടിയിട്ട്, ബാംഗ്ലൂരിലേക്ക് പോകുന്നു മെഡിക്കലിന് വേണ്ടിയിട്ട്, ബയോമെട്രിക്സിന് വേണ്ടിയിട്ട്. അപ്പൊ മൂപ്പര് പിന്നെ എന്റെ സംസാരം കേട്ടിട്ട് വല്യപ്പാക്ക് തോന്നി കൊള്ളാം. അങ്ങനെ എനിക്ക് വല്യപ്പാന്റെ സീൽ ഓഫ് അപ്രൂവൽ കിട്ടി. അത് ഭയങ്കര ഒരു ബിഗ് ഡീലായിരുന്നു. എന്റെ ഫാമിലിയിലെ ഒരു ബിഗ് ഡീലായിരുന്നു. അതായത് വല്യപ്പാക്ക് സയാനെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. പിന്നെ വല്യപ്പാക്ക് ചികിത്സക്ക് വേണ്ടി കോയമ്പത്തൂർ പോകണമെന്നുണ്ടായിരുന്നു. ഈ വല്യപ്പ അതേപോലെ തന്നെ എന്താവശ്യത്തിന് പോവാണെങ്കിലും ആരെങ്കിലും ഒക്കെ കൂടെ ഒന്നും പോവില്ല. ഭയങ്കര പെർട്ടിക്കുലർ മനുഷ്യനാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞിരുന്നു ഞാൻ സയാന്റെ കൂടെ പോവാൻ റെഡിയാണ്. അപ്പൊ ആൾക്കാർ അപ്പോഴും പറഞ്ഞിരുന്നു സയാന് വല്യപ്പാന്റെ ഒരു വിശ്വസ്തൻ പോലെ, ട്രസ്റ്റഡ് പേഴ്സൺ എന്നുള്ള പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 18 വയസ്സുള്ള അന്ന് എനിക്ക്. അപ്പൊ അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, വല്യപ്പന്റെ ഒരു സീൽ ഓഫ് അപ്രൂവൽ കിട്ടിയത്. അങ്ങനെ ഞാൻ കാനഡയ്ക്ക് വന്നപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ ഇനി കാനഡയിൽ നിന്ന് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ വല്യപ്പാക്ക് തോന്നും ഇവനാണ് എൻ്റെ പിൻഗാമി. എന്റെ തലമുറകളിൽ പോയ ആ ജീൻസ്, ആ DNA പാസ് ഓൺ ആയത് സയാൻക്കാണ് എന്നൊക്കെയുള്ള
എനിക്ക് അങ്ങനെ പറയിപ്പിക്കണം, അതിന് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡ് ടൈമിൽ എൻ്റെ വല്യപ്പ നിർഭാഗ്യവശാൽ മരിച്ചുപോയി. കോവിഡ് വന്നിട്ടല്ല, വേറൊരു അസുഖം കാരണമാണ് മൂപ്പര് മരിച്ചുപോയത്. അപ്പോൾ എന്നിട്ട് പിന്നെ മൂപ്പരുടെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു. എന്താ മരുമക്കളും മക്കളും, എൻ്റെ സഹീനും എൻ്റെ ബ്രദറും നാട്ടിലുണ്ടായിരുന്നു, പേരമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാത്രം വരാൻ പറ്റിയില്ല. കാരണം കോവിഡ് ടൈം ആയതുകൊണ്ട് എല്ലാ ഫ്ലൈറ്റ്സും കാനഡയിൽ നിന്ന് ക്യാൻസൽഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇനിയിപ്പം നാട്ടിലേക്ക് പോവാണെങ്കിൽ എൻ്റെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കൂല. അതെ, he must be proud of what we are doing. ഇൻഷാ അല്ലാ. Inshallah.